നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ 2024 വർഷത്തെ അക്ഷയ തൃതീയയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് അക്ഷയ തൃതീയ എന്ന് പറയാം. അതായത് വൈശാഖ മാസത്തിലെ ശകവർഷത്തിലെ വൈശാഖ മാസത്തിലെ തൃതീയ തിഥി, ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥി എന്നാൽ മൂന്നാമത്തെ തിഥി ആണ് അക്ഷയ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ അക്ഷയ തൃതീയ 2024 മെയ് മാസം 10-ാം തീയതിയാണ്. അതായത് ശകവർഷം 1946 വൈശാഖ മാസം 20-ാം തീയതിയാണ് അക്ഷയ തൃതീയ. അന്ന് പുലർച്ചെ 4:18 തൃതീയ തിഥി ആരംഭിക്കുകയാണ്. അത് മെയ് 11-ാം തീയതി പുലർച്ചെ 2:50 വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് അക്ഷയ തൃതീയ. അതിന് വേറെയും ഒരു പ്രത്യേക ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശി അന്ന് മകയിരം നക്ഷത്രമാണ്. അപ്പോൾ മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളാണ് ഇടവം രാശിയിലുള്ളത്. അപ്പോൾ ഈ അക്ഷയ തൃതീയ ആഘോഷിക്കേണ്ടത് ആദ്യത്തെ 2 പാദങ്ങൾ തീരുന്ന സമയത്തിലാണ്. അതായത് ഇടവം രാശിയിൽ ചന്ദ്രൻ നിൽക്കണം, മേടം രാശിയിൽ സൂര്യനും നിൽക്കുന്ന മാസമാണ് ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അക്ഷയം എന്ന വാക്കിൽ തന്നെ നമുക്കറിയാം, ക്ഷയിക്കാത്തത്, അതായത് നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ അക്ഷയ തൃതീയ എന്നാൽ വളരെയധികം ഭാഗ്യങ്ങൾ, അന്നുണ്ടാകുന്ന ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഭാഗ്യത്തിനായിട്ട് ഭഗവാന് നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അന്ന് ജനിക്കുന്ന ഈ അക്ഷയ തൃതീയ ദിവസം ജനിക്കുന്ന കുട്ടികൾക്ക് സൗന്ദര്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഔദാര്യം, ഗർവ് എന്നീ ഗുണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ബന്ധുക്കളോട് സ്നേഹവും താല്പര്യവും ഉള്ളവരായിരിക്കും അക്ഷയ തൃതീയ ദിവസം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശുഭമുഹൂർത്തമായതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് മുഹൂർത്തം കാണേണ്ടതില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു ദിവസമാണ് ഈ അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. പുതിയ എന്ത് സംരംഭം വേണമെങ്കിലും അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ, അതായത് ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്ന ആ സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. അന്ന് പുരാണ കഥകൾ നോക്കുകയാണെങ്കിൽ ഒരു അക്ഷയ തൃതീയ ദിവസമാണ് നമ്മുടെ ആദി ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ കനകധാര സ്തോത്രം ജപിക്കുകയും പട്ടിണി ദാരിദ്ര്യമായിരുന്ന ഒരു കുടുംബത്തിൽ ഒരു ഉണക്ക നെല്ലിക്ക മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അത് ശങ്കരാചാര്യ സ്വാമികൾക്ക് ദാനം കൊടുക്കുകയാണ് ആ വീട്ടിലെ സ്ത്രീ. അപ്പോൾ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ കനകധാര സ്തോത്രം ജപിച്ചു. അപ്പോൾ ധാരാളം സ്വർണ്ണ നെല്ലിക്ക ആ സ്തോത്രം ജപിച്ചതിന് ശേഷം ലക്ഷ്മി ദേവി പ്രീതയാവുകയും സ്വർണ്ണ നെല്ലിക്ക വർഷിക്കുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ സ്വർണ്ണ നെല്ലിക്ക അക്ഷയ തൃതീയ ദിവസം ഇരുന്നിട്ട് കനകധാര സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മി പ്രീതിക്കായിട്ട്, പ്രത്യേകിച്ച് നാരായണനെയും ലക്ഷ്മിയെയും ഗണപതിയെയും പ്രീതിപ്പെടുത്തേണ്ട ദിവസമാണ് ഈ തൃതീയ തിഥി എന്ന് പറയുന്നത്, അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ കനകധാര സ്തോത്രം എല്ലാവരും ജപിക്കുക. സ്വർണ്ണ നെല്ലിക്ക കിട്ടുമെന്ന് വ്യാമോഹിക്കേണ്ട. അപ്പോൾ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ, ധനമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ അമ്മ തരും എന്ന് തന്നെ വിശ്വസിക്കാം. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത, വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമ ജയന്തി അന്നാണ്. പരശുരാമ ജയന്തി ആഘോഷിക്കുന്നത് അക്ഷയ തൃതീയയ്ക്കാണ്. അപ്പോൾ അന്ന് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. അന്ന് നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു. സൂര്യൻ മേടം രാശിയിലായിരിക്കും, ചന്ദ്രൻ ഇടവം രാശിയിലും ആയിരിക്കും. ഈ സമയത്ത് ഈ 2 ഗ്രഹങ്ങളുടെയും അതായത് ഭൗമഗോളങ്ങളുടെ പ്രകാശം ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് പതിക്കുന്ന ദിവസമാണ് അന്ന്. അതുകൊണ്ട് തന്നെയാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസം. അന്ന് മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല എന്ന് പറയാനുണ്ടായ കാര്യം. അന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ജ്വല്ലറി ഷോപ്പുകളിൽ ആഡുകൾ വന്നിട്ടുണ്ട്, അക്ഷയ തൃതീയയ്ക്ക് സ്വർണം, അവരത് ബിസിനസ്സാക്കി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ നമ്മൾ വാങ്ങുന്നത് നല്ലതാണ്, ദാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സ്വർണ്ണമൊന്നും ദാനം ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വിലയാണ്. അപ്പോൾ സാധിക്കും എന്നുള്ളവർക്ക് ദാനം ചെയ്യാം. ഞാൻ നോർമലി സാധാരണ ആൾക്കാരുടെ കാര്യം പറഞ്ഞതാണ്. അങ്ങനെ സാധിക്കില്ല, അപ്പം നമ്മൾ എന്താ വേണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും വല്ല നാണയങ്ങൾ ദാനം ചെയ്യുക,
രൂപ ചെറിയ രീതിയിൽ എന്തെങ്കിലും ദാനം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം നേട്ടങ്ങളുണ്ടാകും. അന്ന് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച്, പുതിയതല്ലെങ്കിൽ നന്നായിട്ട് അലക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ചിട്ട് സൂര്യന് അർഘ്യം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതുമാണ്. സൂര്യഭഗവാനെ പുറത്തിറങ്ങി നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അർഘ്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നീര് കൊടുക്കുക, ജലം ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ധ്യാനങ്ങൾ, അതായത് സൂര്യനെ മാത്രമല്ല, ഞാൻ പറഞ്ഞു വിഷ്ണു, ലക്ഷ്മി, ഗണപതി ആദിയായ ദേവന്മാരെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് അവരെയെല്ലാം പ്രാർത്ഥിക്കാം. പതിവ് പ്രാർത്ഥനകൾ തെറ്റിക്കാതെ അതും ജപിച്ചുകൊണ്ടിരിക്കാം. ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും ലക്ഷ്മി ഭജനം ഉറപ്പായും ചെയ്യേണ്ട ഒരു ദിവസമാണെന്ന്. ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക. ഞാൻ കനകധാര സ്തോത്രം പറഞ്ഞു. അതുപോലെ ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ ലക്ഷ്മി ദേവിക്കായിട്ട് ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രം, ബീജമന്ത്രം 1008 തവണ രാവിലെയും 1008 തവണ വൈകുന്നേരവും അന്ന് ജപിക്കേണ്ടതാണ്. അതുപോലെ ഒരു കലശത്തിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു കലശത്തിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് കുങ്കുമവും മഞ്ഞളും ഇടുക. അതിനുശേഷം അതിൽ കുറച്ച് നാണയങ്ങൾ, ഒരു 2-3 നാണയങ്ങൾ അതിനുള്ളിലേക്ക് ഇടണം. അതിനുശേഷം ഈ കലശത്തിൻ്റെ മുകളിൽ ഒരു തേങ്ങ വെച്ചിട്ട് മാവിൻ്റെ ഇല കൊണ്ട് 4 വശവും അലങ്കരിക്കുക. കുംഭം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു മഞ്ഞപ്പട്ട് നമ്മൾ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്ത് പൂജാമുറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മഞ്ഞപ്പട്ട് ഒരു പീഠത്തിൽ വെച്ചിട്ട് പിന്നെ ഈ കലശം അതിൽ വെക്കുന്നത് നല്ലതാണ്. ലക്ഷ്മി ദേവിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്, അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. തുളസിയില ഉപയോഗിക്കുന്നത് നല്ലതാണ്. തുളസിയില ഉപയോഗിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ലക്ഷ്മിയെയും നാരായണനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ തുളസി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. തുളസി പൂജ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു അല്പം ജലവും വെച്ചിട്ട് അവിടെ ചന്ദനത്തിരി മുതലായവ, ചന്ദനത്തിരി ദീപം ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചന്ദനത്തിരിയെങ്കിലും തുളസിയുടെ ചോട്ടിൽ വെച്ച് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. അന്നത്തെ പൂജയിൽ തുളസിയിലയും മുല്ലപ്പൂവും നൽകുന്നത് നല്ലതാണ്, വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗണപതിക്കായിട്ട് പഴം, പൂക്കൾ, അക്ഷതം, ദക്ഷിണ മുതലായവ വെച്ച് ഗണപതിയെ പ്രാർത്ഥിക്കണം. അന്നത്തെ ദിവസം വീട്ടിലെ വിളക്ക് വയ്ക്കാൻ സ്ഥാനമുണ്ടെങ്കിൽ, പൂജാമുറി വിളക്ക് വയ്ക്കുന്ന മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെ പ്രീതി ഉണ്ടാകും. ഓം നമോ ലക്ഷ്മി നാരായണായ എന്ന് 108 തവണ ജപിക്കുക. രാവിലെ വൈകുന്നേരവും ജപിക്കുക. കഴിയുന്നത്ര സമയം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെജിറ്റേറിയൻ ആയിട്ടിരിക്കുക. അങ്ങനെ തന്നെ വേണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, സ്വർണം, വെള്ളി ആദിയായ ഒരു ചെറിയ വെള്ളി കോയിനെങ്കിലും അന്ന് വാങ്ങാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വാങ്ങി വീട്ടിൽ വെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷക്കാലം, അടുത്ത അക്ഷയ തൃതീയ ദിനം വരെ അമ്മയുടെ കടാക്ഷം പരിപൂർണമായിട്ടും ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തിലെ ക്ഷേത്ര ദർശനവും ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം 100% ലഭിക്കുന്നതിന് വളരെ നല്ല ഒരു ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. വസ്ത്രങ്ങൾ ദാനം ചെയ്യാം. അപ്പം നമുക്ക് ഒരു ദാനമെങ്കിലും ചെയ്യണമെന്നാണ്. അക്ഷയ തൃതീയയുടെ അന്ന് അന്നത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്ഷയം, ക്ഷയിക്കാത്ത ധനസമൃദ്ധി അല്ലെങ്കിൽ ധനധാന്യ സമൃദ്ധി, സർവ്വ ഐശ്വര്യങ്ങൾ, അതായത് മനസ്സന്തോഷം ഏറ്റവും വലിയ കാര്യമാണ്. മനസ്സമാധാനം എന്നത് അത് ഒരു വ്യക്തിക്ക് ഉറപ്പായും അമ്മയുടെ കടാക്ഷം കൊണ്ട് ഉണ്ടാകും. കനകധാരാ സ്തോത്രം നിർബന്ധമായിട്ടും സർവാഭരണ വിഭൂഷിതയായിട്ട് ഇരിക്കുന്ന ലക്ഷ്മി ദേവിയെ ഒരുങ്ങി സുന്ദരിയായിട്ട് 2 കൈയിൽ നിന്നും ധനം ചൊരിഞ്ഞുകൊണ്ടിരിക്കണം. ആ ധനം ഒരു പാത്രത്തിൽ ശേഖരിക്കപ്പെടുന്ന രൂപം അത് മനസ്സിൽ നന്നായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ കനകധാരാ സ്തോത്രം ജപിക്കൂ. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.